സക്കര പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ കിട്ടിയ തെളിവുകളെല്ലാം വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കോൺസ്റ്റബിളിനോട് കൊലപാതകങ്ങൾക്കും ഫാക്ടറിയിലെ തീപിടുത്തത്തിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. തീപിടുത്തം നടന്ന രാത്രിയിൽ ത്രിലോക് മാത്രമല്ല വേറെ ആരോ കൂടി അവിടെ ലേറ്റ് ആയിട്ടാണ് വന്നത്. നമ്മൾ ആരെയും മിസ്സാക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ലക്ഷ്മി അങ്ങോട്ട് വന്ന് സക്കരയോട് നന്ദിനി ആശുപത്രിയിൽ നിന്നും കാണാതായി എന്ന് പറയുന്നു. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അതുപോലെ ആശുപത്രിയിലാണെങ്കിൽ CCTV ഒന്നുമില്ല എന്നും പറയുന്നു. സക്കര ലക്ഷ്മിയോടൊപ്പം ആശുപത്രിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഡോക്ടർ സക്കരയോട് നന്ദിനിയെയും ആരോ ചെറിയ പ്രായത്തിൽ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന രഹസ്യം പറയുന്നു. അതായത് നന്ദിനിയെയും നിലയെ പോലെ തന്നെ ആരോ ചെറിയ പ്രായത്തിൽ റേപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളാരാണെന്ന് നന്ദിനി ഡോക്ടറോട് പറഞ്ഞിട്ടില്ല. അത് കേട്ട് ഞെട്ടിയ സക്കര ഇനി ചികിത്സയ്ക്കിടയിൽ നന്ദിനി സത്യം പറഞ്ഞാലോ എന്ന് വിചാരിച്ച് അയാൾ തന്നെ നന്ദിനിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുമോ എന്ന് ടെൻഷനായി ലക്ഷ്മിയോട് പറയുന്നുണ്ട്. പിന്നീട് സക്കര നന്ദിനിയുടെ വീട്ടിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വീടിനകത്തൊരു നിഴൽ കണ്ട് അവൻ വാതിൽ ചവിട്ടി തുറന്ന് അകത്തി എന്ന് നോക്കിയപ്പോൾ അത് സെൽവി ആയിരുന്നു. അപ്പൊ നന്ദിനിയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നില്ലെന്ന് സെൽവി അറിയുന്നു. എന്നിട്ട് അമ്മ ദേവിയെ ഫോൺ വിളിച്ചെങ്കിലും ദേവി ഉത്സവപ്പറമ്പിലായിരുന്നുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ സെൽവി നന്ദിനി ചിറ്റപ്പനോട് പറയാതെ എവിടെയും പോവില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഗുണയ്ക്ക് ഫോൺ ചെയ്യാൻ സക്കര പറയുന്നു. പക്ഷേ ഗുണയുടെ ഫോൺ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലായിരുന്നു. സെൽവിയും സക്കരയും ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോ നന്ദിനിയെ ഈ കഥയിലെ വില്ലൻ തട്ടിക്കൊണ്ടുപോയതാണോ? ആരാണ് അയാൾ? ആ സസ്പെൻസും മറ്റു പല രഹസ്യങ്ങളുടെയും ചുരുളഴിയുന്ന ഈ തമിഴ് ക്രൈം ത്രില്ലർ സീരീസിന്റെ 8ാമത്തെയും അവസാനത്തേതുമായ എപ്പിസോഡിന്റെ മുഴുവൻ കഥ നമ്മുടെ ചാനലിലുണ്ട്. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.